സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട്ടെ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് സിനോജ്. ഇന്നിപ്പോൾ മൊത്തം കേരളത്തിൽ, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും രണ്ട് പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എത്തുകയാണ്. ഇവിടെ തൃശ്ശൂരിൽ കുന്നംകുളത്ത് നരേന്ദ്രമോദി എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയാണ് സുൽത്താൻ ബത്തേരിയിലുള്ളത്. 5ഇടത്താണ് റോഡ് ഷോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടവുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. എത്ര ദിവസത്തെ സന്ദർശനത്തിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നത്, വയനാട്ടിൽ എത്തുന്നത്? എത്ര ദിവസം തുടർച്ചയായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് പര്യടന പരിപാടികൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും 2 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തുന്നത്. വയനാട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ വയനാട് തമിഴ്നാട് അതിർത്തിയായ താളൂരിൽ, അത് നീലഗിരി മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്, തോട്ടം തൊഴിലാളികളുമായി അവിടെ വെച്ച് സംവദിക്കും. അതിനുശേഷമാണ് വയനാട്ടിലേക്ക് പ്രവേശിക്കുക. രാവിലെ 10:15 വയനാട് സുൽത്താൻ ബത്തേരിയിലെത്തും. സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് വയനാട്ടിൽ 5 ജനസമ്പർക്ക റോഡ് ഷോകളുണ്ട്. ഈ റോഡ് ഷോകൾക്ക് ജനസമ്പർക്ക യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 3-ാം തീയതി വയനാട്ടിൽ വന്നപ്പോൾ, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അത് ജനങ്ങളുമായി അങ്ങനെ സംവദിച്ചിരുന്നില്ല, റോഡ് ഷോയിൽ കൈവീശി കാണിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ ഇത്തവണ 5 സ്ഥലങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തുമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. ആദ്യത്തെ റോഡ് ഷോ നടക്കുന്നത് സുൽത്താൻ ബത്തേരി നഗരത്തിലാണ്. തൊട്ട് പിന്നാലെ അതേ മണ്ഡലത്തിൽ തന്നെ പുൽപ്പള്ളി നഗരത്തിൽ കർഷകരുമായി സംവദിച്ചുകൊണ്ടുള്ള റോഡ് ഷോ നടത്തും. അതിനുശേഷം മാനന്തവാടി നഗരത്തിൽ റോഡ് ഷോ. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം മാനന്തവാടി ടൗണിൽ തന്നെയുള്ള ലാറ്റിൻ രൂപതയുടെ പള്ളിയിൽ സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി വെള്ളമുണ്ട, പടിഞ്ഞാർത്തറ എന്നിവിടങ്ങളിൽ 2 സ്ഥലങ്ങളിൽ കൂടി ഇന്ന് വയനാട്ടിൽ റോഡ് ഷോ നടത്തുന്നുണ്ട്. അതായത് വയനാട്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് 5 റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. വൈകിട്ടോടുകൂടി ഒരു 7 മണിയോടുകൂടി അദ്ദേഹം ചുരമിറങ്ങി കോഴിക്കോട് കടപ്പുറത്തെത്തും. കോഴിക്കോട് കടപ്പുറത്താണെങ്കിൽ ഈ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കണ്ണൂർ, വടകര, ഒപ്പം തന്നെ കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു പൊതു സമ്മേളനമാണ് രാഹുൽ ഗാന്ധി അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെയും അദ്ദേഹം വയനാട് മണ്ഡലത്തെ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ തിരുമ്പാടി നിയോജക മണ്ഡലത്തിലെ കൊടിയത്തൂരിലാണ് നാളത്തെ ആദ്യത്തെ റോഡ് ഷോ. നാളെ മാത്രം 6 റോഡ് ഷോകളാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം വീണ്ടും വരികയും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ട് ഇറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ തെലങ്കാന മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാട്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. DK ശിവകുമാറും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അടുത്ത ദിവസം വയനാട്ടിലേക്ക് എത്തുന്നതോടുകൂടി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക് ഉയരുകയാണ്. അരുൺകുമാർ.